ഫെബ്രുവരി 16 ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന വഴിക്ക് നായത്തോട് ഷാപ്പ് പോലെ നിന്ന്, അതായത് ഈ കവലയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ അങ്കമാലി പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും എളുപ്പവും ദൂരം കുറഞ്ഞ വഴിയാണ്. ഈ വഴിയിൽ റീടാറിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത്താണി വഴി എയർപോർട്ടിൽ പോകണം, തിരിച്ചു പോകുമ്പോൾ അത്താണി വഴി പോകണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒത്തിരി പേര് അത് കണ്ടു, ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 99% റോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക്. അപ്പോൾ ആ റോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് അങ്കമാലിക്കുള്ള ഡയറക്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ടൊരു ക്വാളിറ്റി ബാർ കാണാം. ആ ബാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ചാട്ടമുണ്ട്. അപ്പോൾ 2 വീലേഴ്സൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ വളവ് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ചാട്ടം ചാടും. കാറുകാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. 2 വീലറൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ വരുമ്പോൾ കൺട്രോൾ പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ നായത്തോട് സ്കൂൾ എത്താറാകുമ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ അവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. വലിയൊരു ഹമ്പായിരുന്നു. സ്കൂളായതുകൊണ്ടും അവിടെ 2 സ്ഥലത്ത് ഹമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഹമ്പ് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ പേരിനൊരു ഹമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു ഹമ്പ് ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്പീഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഹമ്പ് അവിടെ യൂസ് ചെയ്യണത് നമ്മൾ. ഇപ്പോൾ ഹമ്പ് പണ്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കയറ്റം കയറുമെന്ന്. ഈ ഇടതുവശത്തായിട്ടാണ് നായത്തോട് ഗവൺമെൻറ് സ്കൂൾ. ഇപ്പോൾ ഹമ്പ് ചെറുതാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, അതും വളരെ ചെറുതാക്കിയിട്ടുണ്ട്. പേരിന് മാത്രം ഇപ്പോൾ ഹമ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ വരാൻ സാധ്യതയുണ്ട്. പകൽ സമയത്തൊക്കെ സ്കൂളാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി പറയുമ്പോൾ ഈ റോഡ് അങ്ങോട്ട് ചെന്ന് ഒരു പാടമൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു പള്ളിയുണ്ട്, സെൻറ്റ് ജോർജ് ജാക്കബറ്റ് ചർച്ച് നായത്തോട്. ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിലുണ്ടല്ലോ ഒരു മരണക്കുഴിയുണ്ട്. 2 വീലേഴ്സിനും ഭയങ്കര ഡേഞ്ചറാണ് അത്. കാറിനൊക്കെ പോകുമ്പോൾ പിന്നെ കുഴി ചാടിയാലും ആ കുഴി ചാടി കഴിഞ്ഞാൽ കാറിന് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റുമെന്നുള്ളൂ. അപ്പോൾ ആ കുഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാനാണ് സെൻറ്റ് ജോർജ് ജാക്കബറ്റ് ചർച്ച് നായത്തോട്. ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ നോക്കിട്ടോ. ഇവിടെ എത്തുമ്പോൾ വണ്ടി സ്ലോ ആക്കേണ്ടി വരും. അത്ര നേരം വരെ നല്ല വീതിയുള്ള വഴി കണ്ടോ. അവിടെ സ്ലോ ആക്കേണ്ടി വരും നമ്മൾ. ബാക്കിയൊക്കെ റോഡൊക്കെ പെർഫെക്റ്റാണ്. നേരെ MC റോഡിൽ കണക്റ്റ് ആവും. നല്ല അത്യാവശ്യം വീതിയൊക്കെ കൂട്ടി നല്ല ഭംഗിയാക്കി ഉണ്ട്. ടാറിങ്ങൊക്കെ അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. ഒരു ചാട്ടമില്ല, ഒന്നുമില്ല. നല്ല ടാറിങ്ങാണ്. സാധാരണ ഉള്ള വഴിയൊക്കെ ടാർ ചെയ്യുമ്പോൾ നമ്മൾ ചാടി പോകാറുണ്ടല്ലോ, പക്ഷേ ഇതൊക്കെ അടിപൊളി ടാറിങ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ നേരെ നമ്മൾ MC റോഡിലേക്ക് കണക്റ്റ് ആവും. എയർപോർട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഏറ്റവും എളുപ്പത്തിന് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വഴിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നവർ ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് എയർപോർട്ടിൽ പോകാനായിട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കൃത്യം അങ്കമാലി ടൗൺ വരെ ഏകദേശം 6-6.5 കിലോമീറ്റർ ഉള്ളൂ ഈ വഴിയുടെ പോകുമ്പോൾ. നമുക്ക് സമയം ലാഭമുണ്ട്, ദൂരം ലാഭമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ MC റോഡിലേക്ക് ഇത് കണക്റ്റ് ആവും. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ അങ്കമാലി ടൗണാണ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ഡയറക്ഷനാണ്. ഇനി നമുക്ക് ആ പള്ളിയിൽ അവിടെ കണ്ട കുഴിയൊന്ന് കാണാം. ഇതാണ് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. അത്രയും ആ റോഡ് കണ്ടോ നിങ്ങൾ, ഇറക്കിറങ്ങി വന്നാണ്. എന്തോരം വീതി എന്ന് നോക്കി. പെട്ടെന്ന് അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട്, ഇപ്പോൾ അങ്കമാലി ഡയറക്ഷനിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കുഴി. എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും. തീർച്ചയായിട്ടും ഇത് 2 വീലേഴ്സ് അപകടത്തിൽപ്പെടാനായിട്ട് 99% സാധ്യതയുണ്ട്. ഒരു 2 വീലർ ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. കാറ് ചാടിയാൽ വരെ മറയാൻ വരെ സാധ്യതയുണ്ട്. ഇത്രയും ഒരു അപകടം പിടിച്ചൊരു സ്ഥലം ആണത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മുന്നായിട്ട്, അതല്ലെങ്കിൽ ഈ ഒരു കുഴി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൂചനാ ബോർഡോ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടറോ വരുന്ന യാത്രക്കാർക്ക്, ഇപ്പോൾ അവിടെ ലോക്കലുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ ആ വഴി യൂസ് ചെയ്യുന്നത്, ഒത്തിരി അകലെന്നൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരും അതിലൂടെ വരുന്നുണ്ട് എയർപോർട്ടിലേക്കൊക്കെ. ഇപ്പോൾ 2 വീലേഴ്സ് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകണവരും. ഇവിടെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത 2 വീലേഴ്സിനാണ്. 2 വീലേഴ്സ് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ തീരുമാനമാവും. അപ്പോൾ ഈ കാന ഉണ്ടാക്കി ലേശം വർക്ക് ബാക്കിയുള്ളൂ, ലേശം വർക്ക്. അതൊന്ന് പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും അപകടം പിടിച്ചൊരു ഏരിയയാണ്. ഇത്രയും നല്ല ടാറിങ് എടുക്കുമ്പോൾ ആൾക്കാർ നല്ല സ്പീഡിൽ വരും. ഒരു വണ്ടീനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി?